ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചായക്കടകളിൽ കിട്ടുന്ന മോദകം എന്ന പലഹാരമാണ്. പയറിന് പകരമായിട്ട് ഞാനിപ്പോൾ മുതിര വെച്ചാണ് മോദകം തയ്യാർ ചെയ്യാൻ പോകുന്നത്. മുതിര കഴുകി ഒരു 7-8 മണിക്കൂർ കുതിരാൻ വെക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തതാണ്. ഇതൊരു 200 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. ഇനി നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മുതിരയെല്ലാം വേറൊരു ചീനിച്ചട്ടിയിലോട്ട് മാറ്റിയ ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതീയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ തേങ്ങയിലിപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുതിര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ മോദകത്തിനുള്ള കൂട്ടെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ചെറു ചൂടിൽ തന്നെ നമുക്ക് ഉണ്ടകളൊക്കെ തയ്യാർ ചെയ്യണം. മുതിര കൊണ്ടുള്ള ബോൾസൊക്കെ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ 1-2 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് കട്ട കെട്ടാതെ കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഓരോ ഉരുളയും മാവിൽ മുക്കിയ ശേഷം ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുതിര കൊണ്ടുള്ള മോദകം തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.